നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ലോകത്തിനു മുന്നിൽ കേരളം തലയുയർത്തി നിൽക്കുമ്പോൾ നിർണായകമാകുന്നത് പ്രവാസികളുടെ മടക്കം തന്നെയാണ്. ഇനിയുള്ള നാളുകൾ കേരളത്തിന് വീണ്ടും പരീക്ഷണഘട്ടമായി തീരുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രവാസികൾ വീണ്ടും രോഗവ്യാപനത്തിന് കാരണമായാൽ നിലവിലുള്ള അനുമതിയെല്ലാം റദ്ദു ചെയ്യപ്പെടാം എന്നാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: കോവിഡ് ടെസ്റ്റ് നടത്തി റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രം നാട്ടിലേക്ക് പ്രവാസികൾ യാത്ര തിരിക്കുക. അല്ലാത്ത പക്ഷം വലിയൊരു ചതി ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരോഗ്യപരമായ ഒരുക്കങ്ങളില്ലാതെ പ്രവാസികൾ നാട്ടിൽ ചെന്നാൽ രോഗം വ്യാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. COVID-19 പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി കേരളം കൈവരിച്ച നേട്ടം ഇല്ലാതാക്കുക. മറ്റൊന്ന്, പ്രവാസികളാണ് രോഗം പകരുന്നതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുക. അങ്ങനെ വന്നാൽ യാത്രാനുമതി എന്നേക്കുമായി റദ്ദു ചെയ്യാൻ സർക്കാരിന് കഴിയുകയും ചെയ്യും. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് മാത്രമാണ് എല്ലാവരെയും മെഡിക്കൽ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നത്. തുടർന്ന് രോഗലക്ഷണങ്ങളില്ലാത്തവർക്ക് മാത്രമായിരിക്കും യാത്രാനുമതി നൽകുക. മെഡിക്കൽ സ്ക്രീനിംഗ് കൊണ്ട് രോഗം ഇല്ലെന്നുറപ്പിക്കാൻ കഴിയില്ല. സ്രവം കൊടുത്തുള്ള ടെസ്റ്റ് കൊണ്ട് മാത്രമേ കോവിഡ് നെഗറ്റീവോ പോസിറ്റീവോ എന്നറിയാൻ സാധിക്കൂ. ഇനി സമയം ഇല്ല. എത്രയും പെട്ടെന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ അതാത് എംബസികൾക്ക് നിർദ്ദേശം നൽകണം. അതിനുവേണ്ടി സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ വരാനിരിക്കുന്ന അപകടങ്ങൾ നിയന്ത്രണത്തിന് അതീതമായിരിക്കും. ഇത്രയും നാളും നമ്മൾ കാത്തു സൂക്ഷിച്ച സംവിധാനങ്ങൾ തകരാറിലാകും. പിന്നെ യാത്രയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. സ്ത്രീകൾ ഗർഭിണികളാണെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ വിമാനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ അനുമതി പത്രം വേണം. ഈ കാര്യങ്ങൾ യാത്രാനുമതി ലഭിച്ചവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് മെഡിക്കൽ സ്ക്രീനിംഗ് മറ്റും. സ്ക്രീനിങ്ങിൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറിൽ കൂടുതലാണെങ്കിൽ യാത്ര ചെയ്യാൻ സാധിക്കാതെ വരും. അങ്ങനെയാണെങ്കിൽ കടം മേടിച്ചോ ആരെങ്കിലും ധനമായി നൽകുന്ന ടിക്കറ്റ് റീഫണ്ടിന്റെ കാര്യത്തിൽ എന്ത് വ്യക്തതയാണുള്ളത്? ഇന്നലെയും ഇന്നും കൊണ്ട് ഒരുപാട് പ്രവാസികൾ ഫോണിലൂടെ പല സംശയങ്ങളും ചോദിക്കുകയാണ്. അതിനൊന്നും മറുപടി നൽകാൻ കഴിയാതെ ഇരിക്കുകയാണ് ഞാൻ. ഒന്നിനും ഒരു വ്യക്തതയില്ല. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി. എംബസി ഉദ്യോഗസ്ഥർ യാത്രക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.